അസ്സലാമലൈക്കും മക്കളെ, നിങ്ങൾക്കെല്ലാം സുഖമല്ലേ? അതുപോലെ തന്നെ എനക്കും മക്കൾക്കും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് നല്ലൊരു ചിക്കൻ സവായ ആക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. നല്ല പത്തിരിന് വേണ്ടിയിട്ട് വൈകുന്നേരം നോമ്പ് കുറിക്കുമ്പോൾ അത് നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് തന്നെ ഞാനിതാ ഒരു കഷ്ണം ഇഞ്ചി ചെറുതായി നുറുക്കിയത്, ഒരു 4-5 വെളുത്തുള്ളി ചെറുതായി ഉരിഞ്ഞത്, ഒരു നീരുള്ളി, ഒരു തക്കാളി, 2 പച്ചമുളക്, 3 പച്ചമുളക് കേട്ടോ, അത് തെറ്റിപ്പോയിട്ടാ, 3 പച്ചമുളക്, കുറച്ച് മല്ലിച്ചപ്പ്. അതിലേക്ക് ഞാൻ ഒരു ചെറുനാരങ്ങൻ്റെ നീര്, ഒരു 3 സ്പൂണ് തൈര്, മൂന്ന് സ്പൂണ് മുളക് പൊടി, 1 സ്പൂണ് ജീരകപ്പൊടി, വലിയ ജീരകം, ചെറിയ ജീരകം, പിന്നെ കൊത്തമ്പരിപ്പൊടി, പിന്നെ കുരുമുളക് പൊടി, ഗരം മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, എല്ലാം കൂടി ഞാൻ ഒന്നിച്ച് ഇതിലേക്ക് ഞാൻ ഇടുന്നത്. നന്നായി നമുക്കിത് അരച്ചെടുക്കാം. ഞാൻ കുക്കർ ജ്യൂസ് മിഷൻ പഴയതാന്ന് എടുത്തത് കേട്ടോ. എനിക്ക് ഇഷ്ടം ഈ പഴയ തന്നെയാണ്, പുതിയത് അത്ര ഇഷ്ടമൊന്നുമല്ല. ഈ ജ്യൂസിലിട്ടത് നന്നായി അരഞ്ഞോന്ന് നോക്കാം. നല്ല മഷി പോലെ അരഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ പെരക്കിയിട്ട് വെക്കാം. ചിക്കൻ ഇതാ കഴുകിയിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. ഇതാ ചെറുതായി വരിയിട്ടിട്ട് വെച്ചിട്ടുണ്ട്. ഇതാ കാണുന്നുണ്ടാവുമല്ലോ വരിയിട്ടത്. ഇതാ ചെറുതായി വരിയിട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ അരച്ച മസാല ചേർക്കാം. നമുക്ക് നല്ല രസമാണ് ഈ മസാലൻ്റെ മണം തന്നെ മതി നമുക്ക്. അങ്ങനെ നന്നായി നമുക്കിത് ഇറക്കി കൊടുക്കാം. ഇതിൻ്റെ ഉള്ളിലേക്കെല്ലാം നല്ല ഈ വരിയിട്ടതിൻ്റെ ഉള്ളിലേക്കെല്ലാം ചിക്കൻ്റെ ഈ മസാല കയറ്റി കൊടുക്കണം. ഇതാ ഇങ്ങനെ ആക്കി കൊടുക്കണം. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്കെല്ലാം നമുക്ക് മസാല നല്ല ഈ മസാലയാവും. ഇപ്പോൾ സമയം ഒരു 12:30 ആയി സമയം. ഒരു 2 മണി വരെ ഇത് വെക്കണം ഫ്രിഡ്ജിൽ. നല്ലോണം പിടിക്കും. നല്ല ഇതിൽ മസാലയും പരത്തിയിട്ട് ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ വെക്കാം, അടച്ചു വെക്കാം. അങ്ങനെ നമ്മളെ ചിക്കൻ ഷവായക്ക് നല്ല മസാലയെല്ലാം പിടിച്ചിട്ടുണ്ട്. ഫ്രിഡ്ജിൽ വെച്ചെടുക്കുന്ന ഇപ്പോൾ ഞാൻ എടുത്ത് ഇത് നമുക്ക് കുക്കറിലേക്ക് വേവിക്കാൻ വെക്കാം. ഫസ്റ്റ് തന്നെ ഞാൻ 2 സ്പൂൺ ഇതാ, വലിയ സ്പൂണാണ്. വലിയ സ്പൂണാകുമ്പോൾ 1 സ്പൂണ് മതി. മറ്റേ സ്പൂണെങ്കിൽ 2 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഞാൻ നല്ലോണം മസാല പിടിച്ചിട്ടുണ്ട്. ഇങ്ങനോടാകുമ്പോൾ അങ്ങനെ കിട്ടൂല മസാല. കയ്യോടാകുമ്പോൾ നല്ല പാങ്ങി മസാല കിട്ടും. നമുക്കിതാ കുക്കറിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ച് ഒരു 2 വിസിൽ നമുക്കിത് വേവിച്ചെടുക്കാം. വേവിട്ട് അങ്ങനെ ചിക്കൻ നമ്മുടെ കുക്കറിൽ നിന്ന് നന്നായി വെന്തിട്ടുണ്ട്. ഞാനിതാ എണ്ണയിലേക്ക് മാറ്റുന്നു.
നന്നായി വെന്തിട്ടുണ്ട്. ഞാൻ ചീനച്ചട്ടിയിലേക്ക് മാറ്റി പിന്നെ അപ്പുറം ഇപ്പുറം ഒന്ന് തിരിച്ചിട്ടിട്ട് പൊരിച്ചെടുക്കണം. നമുക്ക് നല്ലോണം പൊരിയണ്ട, അത് കുറച്ച് വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണം. ഇങ്ങനെ ആക്കുമ്പോൾ വെളിച്ചെണ്ണയിൽ നല്ല മണം കിട്ടും. കുറച്ച് പൊരിയിട്ട് അങ്ങനെ നമ്മൾ ചിക്കൻ ഷവായ ഇതെല്ലാം തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം പൊരിഞ്ഞിട്ടുണ്ട്. ഇനി അടിഭാഗവും കൂടി ഒന്ന് പൊരിഞ്ഞാൽ നമുക്ക് കോരിയിട്ട് മാറ്റി വെച്ചിട്ട് ഇതിലെന്നെ നമുക്ക് മസാലയാക്കാം. അങ്ങനെ നന്നായി ഇത് പൊരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇതിൽ തന്നെ നമുക്കെന്താക്കാം, മസാലയാക്കാം. മസാലപ്പൊടി 1 സ്പൂണ് മുളക് പൊടി, 1 സ്പൂണ് മല്ലിപ്പൊടി, 1 സ്പൂണ് മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി 1 സ്പൂണ് എല്ലാം കൂടി ഞാനിത് ഒന്നായിട്ട് തട്ടുന്നുണ്ട്. നന്ന പച്ച മണോല പോട്ട് നല്ല ഇത്. അങ്ങനെ ഞാൻ 1 സ്പൂണ് സോയാ സോസ് ഒഴിക്കുന്നുണ്ട്. അതേപോലെ തന്നെ തക്കാളി സോസും. നന്നായി നമുക്കിത് ഇളക്കാം. ഇതിലേക്ക് ഞാൻ നമ്മളെ ചിക്കൻ പൊരിച്ച് വെച്ചത് ഇതിൻ്റെ മേലയിലേക്ക് നമുക്ക് മസാല ഇങ്ങനെ എല്ലാ ഭാഗവും ഒന്ന് ചെയ്ത് കൊടുക്കാം. എന്നാലേ നല്ല രസം കിട്ടും. ഇവിടെ മസാല എല്ലാം നല്ല ഇത് ഞാൻ മേലയിലേക്ക് എല്ലാം പരട്ടി വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ചിക്കൻ വേവിച്ച അതിൻ്റെ മസാല അതെല്ലാം ഞാൻ കൂട്ടുന്നുണ്ട്. നന്നായിട്ട് എന്നിട്ട് ഇത് ഈ മസാല തന്നെ നമുക്കിത് വേവിച്ചെടുക്കാം. മസാലയിൽ വേവട്ടെ. മക്കളെ ഞാൻ നോമ്പ് കുറിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ട്. ചൂടെടുത്തിട്ട് നിൽക്കാൻ കഴിയുന്നില്ല. ഉള്ളിയപ്പാന്ന് കിട്ടിന് എല്ലാവരും കമൻറ്റിൽ പറയണം കേട്ടോ. ഞാനെല്ലാം നിങ്ങളോട് പറയുന്നുണ്ട്. പിന്നെ എനിക്ക് പറയാനില്ലേന്ന് പറഞ്ഞാൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഷെരീഫ മൂസ എന്നാണ് കൊടുത്തിന്. അത് എനിക്കറിയില്ല. ഞാൻ PK ഷെരീഫ എന്നാണ് പറഞ്ഞത് എല്ലാവരോടും ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യണമെന്ന്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ചെയ്യണം. എനിക്ക് അത് പറയാൻ എനിക്ക് മറന്നുപോയി. പിന്നെ വലിയൊരു തിരിച്ചടി എനിക്ക് പറ്റിയിട്ടുണ്ട്. പോളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നോമ്പിലാണ് ഈ പോള ചൂടല്. ഞാൻ പൈസ കൊടുത്തിട്ട് മേടിക്കലും ഉണ്ട്. ഇതിൽ മേടിച്ചിട്ടാണ്. അപ്പം ഞാൻ എന്താക്കി, നമുക്ക് തന്നെ ചുട്ടു നോക്കാനാന്ന് പറഞ്ഞിട്ട് പോളൊക്കെ അരച്ച് ചുട്ടു നോക്കുമ്പോഴേക്കും ഇങ്ങനെ ആയി മക്കളെ. ഉണ്ടാക്കണ്ട് പൊന്തിയിട്ടില്ല, ഒന്നുമില്ല പോള. നല്ല രസമുണ്ട്. നല്ല മധുരവും തേങ്ങൻ്റെ വെള്ളവും. തലേന്നെ അരച്ചിട്ട് വെക്കണമല്ലോ. എനിക്കറിയില്ല. ഞാൻ 3 മണിക്ക് അരച്ച് 4 മണിക്ക് അപ്പം പോകുന്നതിന്. നമ്മളെ ഷവായ ഇവിടെ റെഡിയായി. മല്ലിച്ചപ്പുത ഞാനിടുന്ന്. അടച്ചു വെക്കാം. അങ്ങനെ നമ്മളെ ചിക്കൻ ഷവായ ഇവിടെ റെഡിയായി. പൊറോട്ട ഇട നോക്കട്ടെ എങ്ങനെയുണ്ട്.
പറയാനില്ല. നല്ല രസമായിന്. പിന്നെ എൻ്റെ വീഡിയോ കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ഇടണം, കമൻറ്റ് ഇടണം. പുതിയൊരു വീഡിയോ ഒക്കെ നാളെ അസ്സലാമു അലൈക്കും.